ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഓണക്കടലിട്ട് ആഘോഷിച്ചോ? ഇപ്രാവശ്യത്തെ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നത് അജ്രക്കിൻ്റെ ടോപ്പും അതുപോലെ സ്കേർട്ടും ആയിരുന്നു അല്ലേ. മിക്കവരും സാരി വെച്ചിട്ടായിരിക്കും സ്കേർട്ട് തയ്ച്ചിട്ടുണ്ടാകുക. അപ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന മുന്താണി നിങ്ങൾ എന്താ ചെയ്തത്? വേസ്റ്റ് ആക്കിയിട്ടോ ഇട്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തിട്ട് വന്നോളൂ. നമുക്ക് ഇന്നൊരു നല്ല ടോപ്പ് തയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ സ്കേർട്ട് തയ്ച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള മുന്താണിയാണ് കേട്ടോ. മുന്താണി ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ എന്തായാലും കാണും. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പാർട്ടാക്കിയിട്ട് എടുത്തിട്ട് ഒരു ടോപ്പ് തയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് നമുക്ക് ബാക്കിലേക്കും വേണം കേട്ടോ. അത് പ്ലെയിൻ ആയിട്ടുള്ളത് മതി. അപ്പോൾ ഇതൊരു 15 വർഷത്തിന് മേലെ പഴക്കമുള്ള സാരിയാണ് കേട്ടോ. അച്ചമ്മയുടെ സാരിയാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ സാരിയുടെ ബോർഡർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ലൈൻസ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമുക്ക് ടോപ്പ് തയ്ച്ച് നോക്കാം. ബാക്കിലേക്ക് ഇതുപോലൊരു ചെറിയ പീസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിയുടെ തന്നെ ഒരു ചെറിയ പീസാണ്. പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ലൈറ്റ് യെല്ലോ എന്ന് പറയാം. ഓഫ് വൈറ്റ് അല്ല, ലൈറ്റ് യെല്ലോ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സെറ്റ് സാരിക്ക് ഈ ലൈനിങ് വെക്കുമ്പോൾ ആ ഒരു കളർ കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ട് കാണിക്കും കേട്ടോ. ഇനി നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ് ഞാൻ 4 ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. 2 മീറ്ററാണ് ലൈനിങ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലൈനിങ്ങിൽ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മെയിൻ ക്ലോത്തിൽ മാർക്ക് ചെയ്യരുത്, ലൈനിങ്ങിൽ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ 4 മടക്കി കൊടുത്തു. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടുന്ന് താഴേക്ക് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നോക്കാം. ചെസ്റ്റിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു ലൈനുമായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വേസ്റ്റിൻ്റെ നീളം അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. വേസ്റ്റിൻ്റെ അവിടത്തേക്ക് 14 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലിറ്റിൻ്റെ അവിടത്തേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് എടുത്തിട്ടുള്ളത് 22 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് ഞാൻ 8.5 എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. സ്ലിറ്റ് വിഡ്ത്ത് വന്നിട്ട് 9.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേ വിഡ്ത്ത് തന്നെ നമുക്ക് താഴെയും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ലൈനിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ജസ്റ്റ് ഒന്ന് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തയ്യൽ തുമ്പൊന്നും ഇല്ലാത്ത അളവാണ് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തകലം ഞാൻ എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ് കേട്ടോ. കാരണം ബോട്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് 5 ഇഞ്ച് എടുക്കുക. താഴോട്ട് 3 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതൊരു സ്ക്വയറാക്കി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ കഴുത്തിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. അതുപോലെ കൈക്കുഴിയുടെ അവിടെയും ജസ്റ്റ് ഒരു കേവ് കൊടുക്കാം. ഇതുപോലെ കേവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്യാം. അതിനു മുമ്പ് ഷോൾഡറിൻ്റെ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ചേച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ
കട്ടിങ്ങൊക്കെയായി. ഇനി നമുക്ക് ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മുന്താണിൻ്റെ ഇവിടെ ഡിസൈൻ വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഡിസൈൻ എങ്ങനെയാണോ വരുന്നത് അത് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ തന്നെ മടക്കി കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതിൽ 2 ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് മടക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ലൈനിങ്ങിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടില്ല. ഇനി കൈയുടെ ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലൊരു ബോർഡർ വരുന്ന ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് 4 മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈയുടെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് 9 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കൈയുടെ വിഡ്ത്ത് ഞാൻ 6.5 എടുത്തിട്ടുള്ളത് കേട്ടോ. അതവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കയ്യിൽ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തുണി 2 മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കഴുത്ത് അടിച്ച് മറച്ചിട്ടിട്ട് വരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിന് ഞാൻ പ്രസ് അടിവ് കൊടുത്തിട്ടില്ല, ഫ്രണ്ട് പാർട്ടിന് മാത്രം പ്രസ് അടിവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഈ ഒരു വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഷോൾഡർ കിട്ടും. രണ്ട് ഷോൾഡറും ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കിട്ടും. ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കൂടി ഒരു പ്രസ് അടിവ് കൊടുക്കുക കേട്ടോ. ബാക്ക് കഴുത്തിനും കൂടി പ്രസ് അടിവ് കൊടുക്കുക. ഇനി നമുക്ക് കൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കൈക്കും ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കൈയുടെ ഭാഗം വരുന്നത്. ജസ്റ്റ് അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതുപോലെ ഒരു കെട്ടും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടല്ലോ. ഇനി അത് നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ടോപ്പിലേക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം, അതായത് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് അളവെടുത്ത് ഇതിന് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് നമ്മുടെ അളവിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഒരു അളവിൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ മാത്രം സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ലോക്ക് ഇട്ട് കൊടുക്കുക. ഇനി സ്ലിറ്റ് നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കാം. നമ്മൾ ആദ്യം സ്ലിറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതായത് സ്റ്റിച്ചിൻ്റെ നമ്പർ 5 ഇട്ടതിന് ശേഷം ലോങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മാർക്ക് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം, താഴ്ഭാഗം വരെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെയൊക്കെ മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ. അതൊക്കെ തയ്ച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു മാർക്കിലൂടെ നമുക്ക് ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ലോക്കിട്ട ഭാഗമില്ലേ, ആ ലോക്കിട്ട ഭാഗം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ വശം, അതായത് സ്ലിറ്റിൻ്റെ ഇപ്പുറത്തെ വശം, അടിക്കാത്ത വശം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു നല്ല വശം, അതായത് മെയിൻ ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. മെയിൻ ക്ലോത്ത് പുറത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ച് അങ്ങ് മുകൾ വശം വരെ പോവുക. എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ മടക്കി സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് മുകളിലായിട്ട്, അതായത് 1 ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് പോകണം. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ വശത്തും ഓപ്പോസിറ്റ് സൈഡേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് താഴേക്ക് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് അടിക്കുമ്പോൾ മനസ്സിലാകും, സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെയാണ് ആ സ്റ്റിച്ച് പോകുന്നത്. താഴെ നിന്ന് നമ്മൾ തുടങ്ങി ആ സ്ലിറ്റിൻ്റെ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലൂടെ പോയി ഓപ്പോസിറ്റ് സൈഡേക്ക് വന്ന് താഴേക്ക് കൂടി ആ സ്റ്റിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമ്മളത് താഴ്ഭാഗത്ത് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്റർ ഭാഗത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ടില്ലേ, അതായത് ലോങ് സ്റ്റിച്ച് കൊടുത്തത്, ആ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. ആ ഒരു നൂല് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് റെഡിയാവും. അപ്പോൾ ആ ഒരു ത്രെഡ് മൊത്തം അഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് വരിക. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലിറ്റ് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം കൂടി ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉള്ള സ്ലിറ്റാണ് കിട്ടുക കേട്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ സൈഡ് കൂടി ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് അപ്പുറത്തെ വശത്തും ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 വശത്തും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും. സ്ലിറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലെ ബോർഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് ബോർഡർ ഉള്ളതുകൊണ്ട് ഞാൻ മടക്കി തയ്ച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ പഴയ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മുന്താണി ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് ഇതുപോലെ നല്ല ടോപ്പായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. സെറ്റ് സാരിയുടെ മാത്രമല്ല, നമ്മൾ നോർമൽ സാരിയുടെ ആയാലും നമ്മളിപ്പോൾ സാരി വെച്ചിട്ട് തന്നെയാണല്ലോ ടോപ്പ് തയ്ക്കുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പോൾ
അതിൻ്റെയൊക്കെ മുന്താണി ബാക്കി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ടോപ്പും ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് വേറെ ചെയ്തിട്ടുള്ള ലുക്ക് കൂടി കാണാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.